ഹലോ വെൽക്കം. നമ്മളിത് റെയിൽവേ സ്റ്റേഷനിൽ ഓർഡിനറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നീണ്ട ക്യൂ കാണാം. ട്രെയിൻ വരുന്ന സമയത്ത് ഒരു വലിയ ക്യൂ ഉണ്ടാവും. ആ സമയത്ത് കുറേ വെപ്രാളം ഉണ്ടാവും. കാരണം വലതുഭാഗത്തും ഇടതുഭാഗത്തേക്കും പോകുന്ന ട്രെയിനിന് വേണ്ടി ആൾക്കാരുണ്ടാവും. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ട്രെയിൻ വരുന്നുണ്ടാവും. അപ്പം കുറേ ആൾക്കാർ ബാക്കിൽ നിന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പം ശരിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. എല്ലാവരുടെ ഫോണിലും മിക്ക ആളുടെ ഫോണിലും ഇൻ്റർനെറ്റും ഉണ്ട്. ഈ രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ ഓൺലൈൻ ബാങ്കിങ് ആണ്. ഓൺലൈൻ ബാങ്കിങ് വേറൊരാളെ സഹായം പോലും തേടാം നമ്മൾക്കില്ലെങ്കിൽ. അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉണ്ടാവും, അതായത് ATM കാർഡ് എല്ലാവരുടെ കയ്യിലും ഉണ്ട്, അല്ലെങ്കിൽ PayTM. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സ്വന്തം മൊബൈലിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കാം. സ്റ്റേഷൻ്റെ ഒരു 25 മീറ്റർ ദൂരെ ആയിരിക്കണം, അതായത് ട്രാക്കിൻ്റെ അല്ലെങ്കിൽ സ്റ്റേഷൻ്റെ. വീട്ടിൽ നിന്ന്, അതായത് സ്റ്റേഷൻ ഒരു 5 കിലോമീറ്ററിനുള്ളിൽ, പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഷൻ്റെ 5 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. എങ്ങനെയൊക്കെ ടിക്കറ്റ് എടുക്കാം? ടിക്കറ്റ് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മൊബൈലിൽ നിന്ന് മൊബൈൽ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഇനി മൊബൈൽ പ്രിൻ്റ് എടുക്കുന്ന ടിക്കറ്റും ഉണ്ട്. അത് പക്ഷേ ചില സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ. മെഷീനുള്ള ആ മെഷീൻ പ്രിൻ്റ് എടുക്കാവുന്ന മെഷീനിൽ സ്ക്രീനിൽ കാണിക്കുന്ന മെഷീനുള്ള സ്റ്റേഷനുകളിൽ. അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ സ്ക്രീനിൽ കാണിക്കാം. പ്ലാറ്റ്ഫോം ടിക്കറ്റ്, സീസൺ ടിക്കറ്റ്, സാധാ ടിക്കറ്റും എടുക്കാം. അതായത് സൂപ്പർ ഫാസ്റ്റ് ആയാലും എക്സ്പ്രസ് ആയാലും എങ്ങനെയായാലും. അതെങ്ങനെ എടുക്കാമെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ തുടർന്ന് കാണാം. ഈ ആപ്ലിക്കേഷൻ UTS ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത്, നമ്മുടെ ID കാർഡ് നമ്പർ കൊടുത്ത് നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്യാനുണ്ട്. ആദ്യം ഒരു യൂസർ ID നമ്മളെ ഫോണിൻ്റെ നമ്പറിലാണ് ഉണ്ടാക്കുക. ആ ഫോൺ നമ്പറിലാണ് വരുന്നത്. യുണീക്കായിട്ട് ഈ ഫോൺ നമ്പറാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്താൽ കിട്ടുന്ന വിൻഡോ കാണിച്ചിരിക്കുന്ന പോലെയാണ്. ഇതിൽ ഷോ ടിക്കറ്റ് എന്ന് കാണിക്കുന്ന ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ എടുത്ത ടിക്കറ്റ് കാണുക. നമുക്കിവിടെ 2 സ്റ്റേഷൻ തമ്മിലുള്ള സാധാ ടിക്കറ്റ്, ഒരു എക്സ്പ്രസ് ട്രെയിൻ യാത്രയുള്ള ഒരു ടിക്കറ്റ് എടുക്കുന്ന മെത്തേഡ് നോക്കാം. 2 പേർക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ട്രാവൽ വിത്തൗട്ട് പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് പ്രിൻ്റ് എടുക്കാതെ സ്ക്രീൻ കാണിച്ചു കൊടുത്തിട്ട് യാത്ര ചെയ്യാം. അതല്ലാതെ പ്രിൻ്റ് എടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അത് എല്ലാ സ്റ്റേഷനിലും അവൈലബിൾ അല്ല. അത് ഏതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 25 മീറ്റർ ദൂരമോ 5 കിലോമീറ്റർ ദൂരമൊന്നും അതിൽ ബാധകമല്ല. എവിടുന്നും എടുക്കാം. സ്റ്റേഷനുള്ളിൽ നിന്നും എടുക്കാം, ട്രെയിനുള്ളിൽ നിന്നും എടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കോഡ് നമുക്ക് SMS വരും. ആ കോഡ്, അതിൽ കാണിക്കുന്ന ഒരു കോഡ്, ആ കോഡ് നമ്മുടെ സ്റ്റേഷനിൽ പോയി നമ്മുടെ മൊബൈൽ നമ്പർ അടിക്കുക. ആ കോഡ് അടിച്ചു കഴിഞ്ഞാൽ പ്രിൻ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ മെഷീനിൽ നിന്ന് നമുക്ക് പ്രിൻ്റ് കിട്ടും. നമ്മൾക്ക് യാത്ര ചെയ്യാം. വേറൊരാൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കൊടുക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റും ശരിക്കും. പക്ഷെ നമ്മൾ വിത്തൗട്ട് പ്രിൻ്റ്, അതായത് മൊബൈലിൽ സ്ക്രീൻ കാണിച്ചു കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ടിക്കറ്റ് നമ്മൾ ഉണ്ടായിരിക്കണം. വേറൊരാൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള ഒരു കാര്യമായൊരു വ്യത്യാസം. അപ്പം ടിക്കറ്റ് എങ്ങനെ എടുക്കാമെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അതുപോലെ റെയിൽവേ വാലറ്റ് എന്ന പേയ്മെൻറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അതിൽ 5% നമുക്ക് ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട്. അതായത് 500 രൂപ അതിലേക്ക് ആഡ് ചെയ്താൽ, ബാങ്കിൽ നിന്ന് ആഡ് ചെയ്താൽ 525 കിട്ടും. അത് മാത്രമല്ല വളരെ ഫാസ്റ്റാണ്. ഓരോ സമയത്തും ബാങ്ക്, ഓൺലൈനോ ഡെബിറ്റ് കാർഡ്, ATM ഒന്നും ഉപയോഗിക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ റെയിൽ വാലറ്റ് ഉപയോഗിക്കുന്നത്. റെയിൽ വാലറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ക്ലിക്കിൽ എമൗണ്ട് നമ്മളിൽ നിന്ന് പോയി നമുക്ക് ടിക്കറ്റ് കിട്ടും. അതുകൊണ്ട് റെയിൽ വാലറ്റിനെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഓൺലൈൻ ബാങ്കിങ് ഇല്ലാത്തവർക്ക് പോലും ഏതെങ്കിലും സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാനും പറ്റും. ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി നോർമൽ ബുക്ക് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ശേഷം 2 ഓപ്ഷൻ കാണിക്കും. ബുക്ക് ആൻഡ് ട്രാവൽ, ബുക്ക് ആൻഡ് പ്രിൻറ്റ്. നേരത്തെ പറഞ്ഞു ബുക്ക് ആൻഡ് പ്രിൻറ്റ് നമുക്ക് ആവശ്യമില്ല. ബുക്ക് ആൻഡ് ട്രാവലാണ് നല്ലത്, ടിക്കറ്റ് പ്രിൻ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ 2 സ്റ്റേഷൻ നെയിം കൊടുക്കണം. ഇവിടെ മാംഗ്ലൂർ ജംഗ്ഷൻ ടു കണ്ണപുരം ആൻഡ് പ്രൊസീഡ് കൊടുത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കാണും അഡൽട്ട് 2 ആളെ സെലക്ട് ചെയ്തു, എക്സ്പ്രസ് സെലക്ട് ചെയ്തു, റെയിൽ വാലറ്റാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഗെറ്റ് ഫെയർ, റെയിൽ വാലറ്റിൻ്റെ എമൗണ്ട് ഉണ്ട്, ബാക്കി എമൗണ്ട് ഉണ്ട് എങ്കിൽ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓൺലൈൻ ബാങ്കിങ്ങോ എന്നൊക്കെ എടുക്കേണ്ടി വരും. റെയിൽ വാലറ്റ് ആകുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് വളരെ ഉപകാരമുള്ളത് ഫാസ്റ്റാണ്. ഇവിടെ ഇപ്പം ഗെറ്റ് ഫെയർ അടിച്ചും 110 രൂപ കാണിക്കുന്നുണ്ട്. മാംഗ്ലൂർ ജംഗ്ഷൻ ടു കണ്ണപുരം 2 പേർക്ക് എക്സ്പ്രസ് ടിക്കറ്റ് 110 കാണിക്കുന്നുണ്ട്. എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെയാണ്. നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുമെങ്കിൽ ബുക്ക് ടിക്കറ്റ് എടുക്കുക. ബുക്ക് ടിക്കറ്റ് അടിക്കുന്നതോടുകൂടി പൈസ ഡെബിറ്റായി നമുക്ക് ടിക്കറ്റ് കിട്ടും. ടിക്കറ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. മാംഗ്ലൂർ ജംഗ്ഷൻ ടു കണ്ണപുരം 110 രൂപ കാണിക്കുന്നുണ്ട്. എക്സ്പ്രസ് കാണിക്കുന്നുണ്ട്. ഇവിടെ 123 കിലോമീറ്റർ ടിക്കറ്റിൻ്റെ മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. വാലറ്റ് റീചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾക്കിവിടെ ആദ്യം വാലറ്റിൽ എത്ര പൈസ ഉണ്ട് എന്നുള്ളത് നോക്കാൻ പറ്റും. ഇവിടെ വാലറ്റിൽ 445 രൂപ ഉണ്ട്. റീചാർജ് എന്ന് പറയുന്ന 3ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മൾ എമൗണ്ട് അടിച്ച് 100ൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് 10,000 രൂപ വരെ എത്രയും ആഡ് ചെയ്ത് വെക്കാം. 5% അധികം കിട്ടും.
അങ്ങനെ റീചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് റെയിൽ വാലറ്റ് അപ്പം പെട്ടെന്ന് സ്ഥിരമായിട്ട് ഇടയ്ക്കെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു 100, 200, 300 രൂപ റെയിൽ വാലറ്റിൽ ആഡ് ചെയ്ത് വെക്കുന്നതാണ് എളുപ്പം. അതാത് സമയത്ത് ഓൺലൈൻ ബാങ്കിങ്ങും ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ATM കാർഡ് പേടിഎം ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും എളുപ്പം റെയിൽ വാലറ്റിൽ ഒരു എമൗണ്ട് ഉണ്ടാകുന്നതാണ്. കാരണം റെയിൽ വാലറ്റ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. മറ്റേതാകുമ്പോൾ OTP വരണം ബാങ്കിൽ നിന്ന്. ചിലപ്പോൾ അത് ഡിലേ ആകുമ്പോൾ ട്രെയിനെത്തുമ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ 25 പറഞ്ഞിട്ടുണ്ട് 25 മീറ്റർ ദൂരെ ആയിരിക്കണം സ്റ്റേഷനിൽ നിന്ന്, എങ്കിൽ മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. വിത്തൗട്ട് പ്രിൻ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾക്കത് ബുദ്ധിമുട്ടാകും. റെയിൽ വാലറ്റ് ആണെങ്കിൽ തൊട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൊട്ടപ്പുറത്ത് പുറത്തേക്കൊന്ന് നടന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് അവിടെ നിന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് കയറാം. എത്ര ക്യൂ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഉണ്ടെങ്കിലും നമ്മളത് ബാധിക്കുന്നില്ല. നമുക്കിതിലേ കൂടെ ഒരു സീസൺ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലല്ല, ഒരു സാമ്പിൾ സീസൺ ടിക്കറ്റ് ഒന്ന് പരിശോധിക്കാം. സീസൺ ടിക്കറ്റ് നമ്മൾക്ക് ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ID കാർഡ് പ്രത്യേകിച്ച് വേണ്ട. നമ്മുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആ ആധാർ കാർഡ് വെച്ചിട്ടും സീസൺ ടിക്കറ്റ് എടുക്കാം. ഇവിടെ ഇപ്പം ഒരു മാസത്തേക്കുള്ള ഒരു സീസൺ ടിക്കറ്റ് എടുത്തതിന് 270 രൂപ പോയിട്ടുണ്ട്. മന്ത്ലി ആണെന്ന് കാണിക്കുന്നുണ്ട്. പേര്, വയസ്സ്, പിന്നെ താഴെ എവിടുന്ന് കാസർഗോഡ് ടു പഴയങ്ങാടി എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ക്ലാസ് എക്സ്പ്രസ് ആണ് എന്തെല്ലാം കാണിക്കുന്നുണ്ട്. ഫ്രം 30:09 ടു 29:10 64 കിലോമീറ്റർ ബുക്കിംഗ് ടൈമും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഒരു ദിവസം മുമ്പ് നമുക്ക്, അതായത് സീസൺ ടിക്കറ്റിൻ്റെ ഒരു പ്രത്യേകത, സീസൺ ടിക്കറ്റ് ഇന്ന് എടുത്താൽ നാളെ മുതൽ ട്രാവൽ ചെയ്യാനുള്ളതാണ് കിട്ടുക, അതാ ദിവസം കിട്ടില്ല. അപ്പം അതൊന്ന് ഓർമ്മിക്കുക. അത് സീസൺ ടിക്കറ്റ് നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നോ സ്റ്റേഷനുള്ളിൽ നിന്നോ എവിടെ നിന്ന് എടുക്കാം. അതിന് പിന്നെ ദൂരപരിധിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് ഇന്നെടുത്താൽ നാളത്തേക്കാണ് കിട്ടുക. അപ്പം വളരെ ഈസിയാണ് സീസൺ ടിക്കറ്റ് എടുക്കാനും. ക്യൂ നിൽക്കേണ്ട, എഴുതി കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. റിന്യൂ ഓപ്ഷൻ ഉണ്ട്, ന്യൂ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ വീഡിയോ, UTSനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അടിച്ചു കഴിഞ്ഞാൽ സംശയങ്ങൾക്ക് മറുപടി റിപ്ലൈ തരുന്നതാണ്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.